Hello everyone, welcome to a new lesson with Maria's Lytics. Today we are going to deal with a lesson from MDC English paper for second semester in the FYUGP stream of University of Calicut. So this is a painting by William Taylor titled The Young Lady's Toilet. And this is a very intelligent choice in the syllabus. ഒരു അടിപൊളിയായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. And there are a lot of things to interpret. അപ്പോൾ without much ado, let's move on to the painting and the painter. And the painter is William Taylor. This William Taylor was a British civil servant and amateur artist who worked in India during the mid-19th century. അപ്പോൾ ഒരു കൊളോണിയൽ പീരീഡിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സെർവൻ്റാണ് ഇദ്ദേഹം ഒരുപാട് പെയിൻറ്റിങ്സ് വരച്ചിട്ടുണ്ട്. അതിൽ പെട്ടിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണിത്. സോ ദിസ് പെയിൻറ്റിംഗ് വിച്ച് മീൻസ് ദ യങ് ലേഡീസ് ടോയ്ലറ്റ്. ടോയ്ലറ്റ് എന്നുള്ള വേർഡ് നമ്മുടെ ഇപ്പോൾ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊന്നും നമ്മൾ എടുക്കുന്ന ഒരു മീനിങ് അല്ല. റാദർ ഇറ്റ് ഈസ് ദി ഫ്രഞ്ച് വേർഡ് TOILETTE. ടോയ്ലറ്റ് എന്ന് പറയുന്ന ഇറ്റ്സ് മീനിങ് ഇസ് ദി ഡ്രസ്സിങ് റൂം ഓർ ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് റെഡി. അപ്പോൾ ഒരാളുടെ ഡ്രസ്സിങ് റൂം അല്ലെങ്കിൽ ഒരാൾ റെഡി ആവുന്ന ആ ഒരു പ്രോസസ്സ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വേർഡാണ് ഈ ടോയ്ലറ്റ് എന്നുള്ള ഫ്രഞ്ച് ഒറിജിനുള്ള വേർഡ്. അതുകൊണ്ടാണ് നമ്മുടെ സ്പ്രേ ബോട്ടിലിൻ്റെയൊക്കെ മുകളിൽ UD ടോയ്ലറ്റ് എന്നൊക്കെ കാണാറുള്ളത്. സോ എനിവേ ആ ഒരു മീനിങ് ആണ് ഇവിടെ. സോ ദിസ് ഈസ് അബൌട്ട് ദ ഡ്രസ്സിങ് റൂം ഓർ ദി ഗെറ്റിംഗ് റെഡി ഓഫ് എ യങ് ലേഡി. ഓക്കെ, അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് 1842 ഇദ്ദേഹം വരച്ചിട്ടുള്ളത്. ആൻഡ് ദിസ് പ്രൊവൈഡ്സ് എ ഫാസിനേറ്റിംഗ് ഗ്ലിംസ് ഇൻ ടു ദ കൊളോണിയൽ ഡൊമസ്റ്റിക് ലൈഫ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇവിടുത്തെ കൊളോണിയൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വെസ്റ്റേണേഴ്സ് ഇന്ത്യയിൽ വന്ന് താമസിച്ചിട്ടുണ്ട് ഒരുപാട് കാലം. അപ്പോൾ അവരുടെ ഇന്ത്യയിലുള്ള ഒരു ഡൊമസ്റ്റിക് ലൈഫ്, അതിലെങ്ങനെയാണ് ഇന്ത്യക്കാർ ഇൻവോൾവ് ആയിരുന്നത്, അതിനകത്തുണ്ടായിരുന്ന ഒരു പവർ പ്ലേ എന്താണ്, അധികാരത്തിൻ്റെ കളികൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, അതൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു പെയിൻറ്റിങ്ങിൽ കാണാൻ പറ്റും. ആൻഡ് സോ ദ കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് കൊളനൈസേഴ്സ് ആൻഡ് ദ ഇന്ത്യൻ സെർവൻസ്. ഇവിടെ വന്നിട്ടുള്ള കൊളനൈസിങ് ബ്രിട്ടീഷുകാരെ സെർവ് ചെയ്തിരുന്ന ഇന്ത്യൻ സെർവൻസും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിൽ കാണാറുള്ളത്. ആൻഡ് ടൈലർ ക്രിയേറ്റഡ് സെവറൽ അതർ വർക്ക്സ് ഷോയിങ് സിമിലർ സീൻസ് ഓഫ് കൊളോണിയൽ ഡൊമസ്റ്റിക് ലൈഫ്. അപ്പോൾ കൊളോണിയൽ ഡൊമസ്റ്റിക് ലൈഫ്, അവരുടെ വീട്, ഒരു ഗൃഹാന്തരീക്ഷം, അതിനെ കാണിക്കുന്ന ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്. അതിൽ ഇന്ത്യൻ ആയാസ് ഓർ നേഴ്സ് മെയ്ഡ്സ് കെയറിങ് ഫോർ ബ്രിട്ടീഷ് ചിൽഡ്രൻ, ബ്രിട്ടീഷ് കുട്ടികളെ നോക്കുന്ന ഇന്ത്യൻ ആയാസ്, അല്ലെങ്കിൽ അവരുടെ കിച്ചൺസിൽ മീൽസ് സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ മീൽസ് പ്രിപ്പയർ ചെയ്യുന്ന ഇന്ത്യൻ സെർവൻസ്. ദെൻ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ പാലൻക്വിൻസിൽ, ഈ തേരിൽ ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോകുന്ന പാലൻക്വിൻസിൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ ക്യാരി ചെയ്യുന്ന ഇന്ത്യൻസ്. അതുപോലെ ഇന്ത്യൻ ഡൊമസ്റ്റിക് സ്റ്റാഫ് മെയിൻറ്റെയിനിങ് കൊളോണിയൽ ഹൗസ് ഹോൾഡ്സ്, അവരുടെ വീടുകൾ വൃത്തിയാക്കുന്ന, അത് മാനേജ് ചെയ്യുന്ന ഇന്ത്യൻ ആയിട്ടുള്ള സെർവൻസ്, ഇവരെയൊക്കെയാണ് ഇദ്ദേഹം പെയിൻറ്റിങ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ അതൊരു അധികാരത്തിൻ്റെ പ്രകടനമാണ് മിക്ക പെയിൻറ്റിങ്സിലും നമുക്ക് കാണാവുന്നത്. സോ ദീസ് പെയിൻറ്റിങ്സ് കളക്റ്റീവ്ലി പ്രൊവൈഡ് വാല്യുബിൾ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഡെയിലി ലൈഫ് ഇൻ കൊളോണിയൽ ഇന്ത്യ. കൊളോണിയൽ ഇന്ത്യ ആ ഒരു പീരീഡിൽ ഉള്ള ഒരു പവർ പ്ലേയുടെയും, അവരും കൊളോണിയൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഇന്ത്യൻ സെർവൻസും തമ്മിലുള്ള ആ ഒരു ലൈഫിൻ്റെ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ പെയിൻറ്റിങ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് വി ഹാവ് ടു ലുക്ക് അറ്റ് ദീസ് പെയിൻറ്റിങ്സ് ത്രൂ എ ക്രിട്ടിക്കൽ ലെൻസ്. അപ്പോൾ ഇതിനെ ഒരു ക്രിട്ടിക്കലായിട്ട് വേണം നമ്മളിതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ പെയിൻറ്റിങ്. സോ ദിസ് ഈസ് ദ പെയിൻറ്റിങ്. ഹിയർ യു ക്യാൻ സീ ഒരു എന്താ പറയുക, ബ്രിട്ടീഷ് ലേഡി, ഒരു അതോറിറ്റിയുള്ള ഒരു ബ്രിട്ടീഷ് യങ് ലേഡി ഈസ് സിറ്റിംഗ്. അവരെ അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ വുമൺ ക്യാൻ ബി സീൻ ഇൻ യെല്ലോ സ്കേർട്ട്. ആൻഡ് ദെൻ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ മെയ്ഡ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വുമൺ താഴെ ഇരുന്നിട്ട് എന്തോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവരുടെ മുന്നിൽ ദേഴ്സ് എ യങ് ബോയ് ഹു ഈസ് റെഡി ടു സെർവ് വാട്ടർ ഓർ സംതിങ്. സൈഡിലൊരു പാരറ്റ് ഉണ്ട്. ഒരുപാട് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ എത്നിക് സിമ്പിൾസ് ഇതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് ദർ ഇസ് എ സ്ക്രീൻ, ഒരു കർട്ടൻ പോലെ ഒരു സെറ്റിംഗ് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ദ പെയിൻറ്റിങ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ പെയിൻറ്റിങ്. So, in this painting, Taylor depicts a scene of an English woman's morning routine where Indian servants attend to her toilet or her personal grooming or dressing. അപ്പോൾ ഇവരുടെ ഒരു മോർണിംഗ് റുട്ടീനിന് അവരെ
ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ സെർവൻസിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ പെയിൻറ്റിംഗ് ഷോസ് സെവറൽ ഇന്ത്യൻ സെർവൻസ് ഹെൽപ്പിംഗ് ദ ഇംഗ്ലീഷ് വുമൺ പ്രിപ്പയർ ഫോർ ഹെർ ഡേ. സം ആർ ഹോൾഡിംഗ് മിറേഴ്സ്, ചിലർ മിറേഴ്സ് കാണിച്ചു കൊടുക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അതേഴ്സ് അറേഞ്ചിങ് ഹെർ ഹെയർ ഓർ ക്ലോത്തിങ്, ഹെയർ റെഡിയാക്കുന്നുണ്ട്. ആൻഡ് ദെൻ കയ്യിൽ പിന്നെ എന്താ പറയുക, അതിനുള്ള ടൂൾസ് ഉണ്ട്, അവരുടെ മുന്നിൽ അതിനുള്ള ടൂൾസ് ഉണ്ട്. ആൻഡ് ദി യങ് യൂറോപ്യൻ വുമൺ ഇസ് ഡ്രസ്ഡ് ഇൻ വൈറ്റ് മസ്ലിൻ ഗൗൺ. അപ്പം നമ്മൾ യൂറോപ്യൻസിൻ്റെ ഡ്രസ്സ് കാണുന്ന പോലെ ടിപ്പിക്കൽ ഒരു ഗൗണിലാണ് ഇവർ കാണുന്നത്. ഒരു കാശ്മീർ ഷോള് എന്താ പറയുക അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന അതിൻ്റെ മുകളിലാണ് അവർ ഇരിക്കുന്നത്. ആൻഡ് ഇന്ത്യൻ മെയ്ഡ് ഇൻ യെല്ലോ സ്കേർട്ട് അസിസ്റ്റ് ഹെർ. ഒരു യെല്ലോ സ്കേർട്ട് ഇട്ടിട്ടുള്ള ഇന്ത്യൻ മെയ്ഡാണ് അവരെ അസിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ദി ഓൾഡർ ഇന്ത്യൻ വുമൺ ഇസ് പോറിങ് വാട്ടർ ഫ്രം എ ബൗൾ from a ewer into a bowl to the left of the picture. Then ഈ പിക്ചറിൽ നമുക്ക് കൃത്യമായിട്ടും ഒരു സബ്സേർവിയൻസ് ആണ് കാണാൻ പറ്റുക. അധികാരത്തിലിരിക്കുന്ന ആളുടെ താഴെ ഇരിക്കുന്ന ഒരു സീനിയർ വുമൺ. ദെൻ ആൻ ഇന്ത്യൻ വെയിറ്റർ ബോയ് ഓർ ഖിദ്മത്ഗർ ഇസ് ബ്രിങ്ങിങ് എ ബോട്ടിൽ ഓഫ് വാട്ടർ. ഈ ഒരു വെയിറ്റർ ബോയ് ആണ് ഈ ഒരു പേരിൽ പറയുന്നത്. സോ ഹിസ് ബ്രിങ്ങിങ് എ ബോട്ടിൽ ഓഫ് വാട്ടർ. അവരുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യൻ ബോയ് റെഡി ടു അസിസ്റ്റ്. ആൻഡ് ദർ ഇസ് എ പാരറ്റ് ഓൺ എ പെർച്ച് നെക്സ്റ്റ് ടു ദ ഡ്രസ്സിംഗ് ടേബിൾ. ഒരു പാരറ്റ് ഉണ്ട്, അതൊരു ടിപ്പിക്കൽ ഇന്ത്യൻ സിമ്പിളാണ്. ആൻഡ് ദർ ഇസ് ഓൾസോ എ സ്ക്രീൻ, 2 pictures ആൻഡ് എ ഫ്ലൈ വിസ്ക് ഇൻ ദി പിക്ചർ. അപ്പോൾ ഇങ്ങനെ പിക്ചേഴ്സും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട്. പാരറ്റ് എന്ന് പറഞ്ഞാൽ അവർ പെറ്റ് ചെയ്യുന്ന, അവരെ ഓമനിച്ച് വളർത്തുന്ന ഒരു ആനിമലാണ്. അപ്പോൾ ഇന്ത്യക്കാരെ ഈ ഇങ്ങനെയുള്ള ഒരുപാട് മീനിങ്സിലേക്ക് ഇത് പോകുന്നുണ്ട്, നമ്മളതിലേക്ക് പോവും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഇതിൽ കൊളോണിയൽ ലൈഫിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്, ഒന്ന്, ഇറ്റ് ഇല്ലസ്ട്രേറ്റ്സ് ദ ഹെറാർക്കിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് കോളനൈസേഴ്സ് ആൻഡ് ഇന്ത്യൻ സെർവൻസ്. ബ്രിട്ടീഷ് കോളനൈസേഴ്സും ഇന്ത്യൻ സെർവൻസും തമ്മിലുള്ള ആ ഒരു അധികാരത്തിൻ്റെ ഘടന, ഒരു ശ്രേണിയുണ്ട്. ആ ഒരു ഹെറാർക്കിക്കൽ റിലേഷൻഷിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ആൻഡ് ദ ഇംഗ്ലീഷ് വുമൺ സിറ്റ് സെൻട്രലി ഇൻ ദ കോമ്പസിഷൻ. ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് സെൻട്രലിൽ ഇരിക്കുന്നത് ഇംഗ്ലീഷ് വുമൺ ആണ്. ബാക്കിയുള്ള ഇന്ത്യൻ സെർവൻസും മറ്റും അവരുടെ സൈഡിൽ മാറിയിട്ടാണുള്ളത്. ആ ഒരു പൊസിഷൻ തന്നെ അങ്ങനെയാണ്. സോ ഇറ്റ് റിഫ്ലെക്ട്സ് ദ പവർ ഡൈനാമിക്സ് ഓഫ് കൊളോണിയൽ സൊസൈറ്റി. അവിടെയുള്ളൊരു അധികാരത്തിൻ്റെ സ്ട്രക്ചറാണ്, അതിൻ്റെ ഒരു ഘടനയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ സെക്കൻഡ്ലി ഇറ്റ് ഷോസ് ഹൗ ഡീപ്ലി ഇന്ത്യൻ ഡൊമസ്റ്റിക് വർക്കേഴ്സ് വെർ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ മോസ്റ്റ് ഇൻറ്റിമേറ്റ് ആസ്പെക്ട്സ് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ ലൈഫ്. ബ്രിട്ടീഷ് കൊളോണിയൽസിൻ്റെ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ലൈഫിൽ ഇന്ത്യക്കാരായിട്ടുള്ള സാധാരണ മനുഷ്യർ എത്രയധികം അവരെ ആ ഒരു ഡൊമസ്റ്റിക് ഇൻറ്റിമേറ്റ് സ്പേസ് എന്ന് പറയുമ്പം നമ്മുടെ വീടിനകത്തുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്പേസിനകത്ത് ഇന്ത്യൻ സെർവൻസിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ദേ നീഡഡ് അസ് ടു സെർവ് ദെം. അപ്പോൾ ഡെസ്പൈറ്റ് റേഷ്യൽ ആൻഡ് സോഷ്യൽ ഹെറാർക്കീസ് ഇന്ത്യൻ സെർവൻസ് വെർ പ്രസൻറ്റ് ഇൻ ദ മോസ്റ്റ് പ്രൈവറ്റ് മൊമെൻറ്റ്സ്. അപ്പോൾ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ പോലും അവരെ ഹെൽപ്പ് ചെയ്യാൻ ഇന്ത്യക്കാരെ അവരെ എംപ്ലോയ് ചെയ്തിരുന്നു എന്നുള്ളൊരു ഫാക്ടർ. ദെൻ തേർഡ്ലി ദ പെയിൻറ്റിംഗ് ഡെമോൺസ്ട്രേറ്റ്സ് ദ ജെൻഡേർഡ് നേച്ചർ ഓഫ് കൊളോണിയൽ സർവീസ്. ഒരു കൊളോണിയൽ സർവീസിൻ്റെ ഒരു ജെൻഡറിൻ്റെ സ്വഭാവമുള്ള അല്ലെങ്കിൽ ലിംഗപരമായ സ്വഭാവമുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഫീമെയിൽ ഇന്ത്യൻ സെർവൻസ് വെർ ഓഫൺ എംപ്ലോയിഡ്. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ഫീമെയിൽ സെർവൻസിനെ ഇവരെ ഹെൽപ്പ് ചെയ്യാനും ഇവരെ ഡ്രസ്സപ്പ് ചെയ്യാനും ഇവരെ അറ്റൻഡ് ചെയ്യാനും യൂസ് ചെയ്യുമായിരുന്നു. അതേസമയം മെയിൽ സെർവൻസ് വീട്ടിലെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ജോലിക്കെടുത്തിരുന്നത്. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു സീരിയസ് അനാലിസിസ് ഓഫ് ദി കൊളോണിയൽ പവർ ഡൈനാമിക്സ് ആൻഡ് കൾച്ചറൽ റിലേഷൻഷിപ്പ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള ഒരു കൾച്ചറൽ റിലേഷൻഷിപ്പും ഈ ഒരു അധികാരവും ഒക്കെ എങ്ങനെയാണ് ഇതിൽ നമുക്ക് റിഫ്ലക്റ്റ് ആവുന്നത്. സോ വി ആർ ഗോയിങ് ഇൻ ടു ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഈച്ച് തിങ് ഇൻ ദ പെയിൻറ്റിങ്. ഒരു യെല്ലോ സ്കേർട്ട്. ദി യെല്ലോ സ്കേർട്ട് worn by one of the Indian servants carries deep symbolic meaning. In Indian culture, yellow often represents spirituality, knowledge and enlightenment. ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് യെല്ലോ എന്ന് പറയുന്ന ഒരു കളറിന് വളരെ സ്പിരിച്വലായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. അത് നോളജിനെയും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ളൊരു വെളിച്ചം ഇതിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അറിവ് ഇതിനെയൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് പ്ലേസ്മെൻറ്റ് ഓൺ എ സെർവൻറ്റ് ഇൻ എ സബ്സേർവിയൻ പൊസിഷൻ ക്രിയേറ്റ്സ് പോയിഗ്നൻ്റ് ഓർ ഷാർപ്പ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇന്ത്യൻ സ്പിരിച്വൽ ട്രഡീഷൻസ് ആൻഡ് ദ റെലഗേറ്റഡ് സ്റ്റേറ്റസ് അണ്ടർ കൊളോണിയൽ റൂൾ. അപ്പോൾ ഇവിടെ ഒരു സെർവൻറ്റ് മെയ്ഡാണ്, അതും ഒരു ബ്രിട്ടീഷുകാരിയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെർവൻ്റാണ് ഈ വസ്ത്രം അണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന ശേഷം ഇന്ത്യൻ നോളജ് സിസ്റ്റവും നമ്മുടെ അറിവും നമ്മുടെ കൾച്ചറലായിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ എത്ര അടിച്ചമർത്തപ്പെട്ടു അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. റിലഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് സൈഡ് ലൈൻ ആക്കുക അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കൊളോണിയൽ റൂളിൻ്റെ സമയത്ത് ഇന്ത്യൻ സ്പിരിച്വൽ ട്രഡീഷൻസ് എത്രയധികം
മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു സിമ്പലാണത്. ദിസ് ജക്സ്റ്റപോസിഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് ഇത് രണ്ടും ഒന്നിച്ച് നിർത്തുന്നത് ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ കൊളോണിയൽ പവർ സ്ട്രക്ചേഴ്സ് ഓഫൺ ഡിസ്മിസ്ഡ് ഓർ സബോർഡിനേറ്റഡ് ലോക്കൽ കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ്. ഇന്ത്യൻ കൾച്ചറൽ സ്പിരിച്വൽ വാല്യൂസിനെ അവർ അടിച്ച് അമർത്തി എന്നുള്ള ഫാക്ടറാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദ ഫിസിക്കൽ പൊസിഷനിങ് ഓഫ് ദ ഫിഗേഴ്സ്. അപ്പോൾ ഇനി ഇവരുടെ ഒരു ഈ ചിത്രത്തിനകത്ത് എങ്ങനെയാണ്, പെയിൻറ്റിങ്ങിനകത്ത് എങ്ങനെയാണ് ഇവർ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ബ്രിട്ടീഷ് വുമൺ സിറ്റ്സ് എലിവേറ്റഡ് ആൻഡ് സെൻട്രൽ. ഒരു ഹയർ പൊസിഷനിൽ, ഒരു കസേരയിൽ ഉയർന്നിരിക്കുന്ന പൊസിഷനിൽ സെൻട്രലാണ് അവരുള്ളത്. അതേസമയം ഇന്ത്യൻ സെർവൻസ് ആർ ബെൻഡിങ്, നീലിങ്, സ്റ്റാൻഡിങ് ഇൻ അറ്റൻഡൻസ്. ഇവരെങ്ങനെ ഓച്ചാനിച്ച് അവരുടെ മുന്നിൽ കുനിഞ്ഞ് നിൽക്കുന്നത് പോലെ എന്ത് ചെയ്യാനും റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനാണ്. സോ ദിസ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്, ഈ ഒരു സ്പേസിലുള്ള ഈ ഒരു ഇടത്തിലുള്ള അറേഞ്ച്മെൻറ്റ് it reflects the colonial social order. കൊളോണിയൽ ടൈംസിലുള്ള ഇവിടുത്തെ ഒരു സാമൂഹിക ഘടനയാണ് ഇത് കാണിക്കുന്നത്. വിത്ത് ബ്രിട്ടീഷ് ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി പൊസിഷൻഡ് എബവ് ഇന്ത്യൻ സബ്ജക്ട്സ്. ഇന്ത്യക്കാരായ പ്രജകളുടെയൊക്കെ എത്രയോ മേലെയായിട്ട് അവരുടെ പൊസിഷൻ. അതൊരു ഡൊമസ്റ്റിക് സ്പേസിലും, അപ്പോൾ ഇന്ത്യക്കാരായ സ്ത്രീകളും ബ്രിട്ടീഷുകാരിയായ ഒരു സ്ത്രീയും ഉള്ളിടത്ത് ഇന്ത്യൻ സ്ത്രീ എപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കുന്നു. സോ ദ ഓൾഡർ ഇന്ത്യൻ വുമൻസ് പോസ്ചർ, അതിലും പ്രായമുള്ള ഈ ഒരു ഇന്ത്യൻ വുമൻ്റെ ഒരു പൊസിഷനിങ്, അതും താഴെ കുനിഞ്ഞിരുന്ന് നിലത്തിരുന്ന് ജോലി ചെയ്യുന്നത്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ജനറേഷൻ ഓഫ് കൊളോണിയൽ സബ്ജുഗേഷൻ. അത് നൂറ്റാണ്ടുകളോളം നമ്മൾ അടിമപ്പെട്ടിട്ടുള്ള ആ ഒരു സബ്ജുഗേഷനെയാണ്, അടിച്ചമർത്തലിനെയാണ് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോക്കൽ നോളജും എന്താ പറയുക, സീനിയറായ ആളുകൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റും അതെല്ലാം അവിടെ അപ്രത്യക്ഷമാവുന്നു. ഓക്കെ, ആൻഡ് അബൌട്ട് ദ ബോയ്, ദ ഇന്ത്യൻ ബോയ്സ് പോർട്രയൽ ഇസ് പെർട്ടിക്കുലർലി ടെല്ലിംഗ്. വളരെ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ അത് നമുക്ക് കാണാൻ പറ്റും. ഹിസ് യൂത്ത് ആൻഡ് സബോർഡിനേറ്റ് പൊസിഷൻ റിഫ്ലക്റ്റ് ഹൗ കൊളനൈസേഴ്സ് ഓഫൺ കൊളനൈസ്ഡ് പീപ്പിൾസ്, ട്രീറ്റിംഗ് ദം ആസ് ചൈൽഡ് ലൈക്ക് ബീയിങ്, റിക്വയറിംഗ് ഗൈഡൻസ് ആൻഡ് കൺട്രോൾ. ഇവരാദ്യം ചെയ്തിട്ടുള്ള ഇന്ത്യക്കാരായ ഇന്ത്യക്കാരായ മെയിൽസ്, അവരുടെ പൊസിഷനെ ആദ്യം സബോർഡിനേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ ഒരു ആൺകുട്ടിയെ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് ഇന്ത്യക്കാർ മൊത്തം ഒന്നും അറിയാത്തവരായ ആളുകളാണ്, അവർ വേണം നമ്മളെ ടീച്ച് ചെയ്യാൻ എന്നുള്ള ഒരു കൊളോണിയൽ റീഡിംഗ് ആണ് അവിടെ വരുന്നത്. സോ ഇൻഫെൻറ്റലൈസേഷൻ അല്ലെങ്കിൽ കുട്ടിയായി കാണൽ, ഒരു കുട്ടി എന്ന് പറയുമ്പം ഹി നോസ് നത്തിങ്, ഹി നീഡ്സ് കെയർ, ഹി നീഡ്സ് ഗൈഡൻസ് ആൻഡ് ആ ഒരു പൊസിഷനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ദിസ് റെപ്രസെൻറ്റേഷൻ സപ്പോർട്ടഡ് ദ കൊളോണിയൽ നെറേറ്റീവ് ഓഫ് പെറ്റേണലിസ്റ്റിക് റൂൾ ആൻഡ് ദ നീഡ് ഫോർ ബ്രിട്ടീഷ് ഗാർഡിയൻഷിപ്പ്. അപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ ഗാർഡിയൻഷിപ്പ് നമുക്ക് ആവശ്യമാണെന്നും ഇന്ത്യക്കാരെന്ന് പറയുന്നത് സ്വയം റൂൾ ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് എന്നുള്ള എല്ലാ റീഡിങ്സും ഇവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Okay, now gender adds another crucial layer to the പെയിൻറ്റിങ്സ് പവർ ഡൈനാമിക്സ്. അപ്പോൾ ഇതിനകത്ത് ജെൻഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതെങ്ങനെയാണ് വരുന്നത്? ദ ബ്രിട്ടീഷ് വുമൺ ഓക്കുപ്പൈസ് കോംപ്ലെക്സ് പൊസിഷൻ. ഇവർ ഒരു ബ്രിട്ടീഷ് പാട്രിയാർക്കിക്ക് അകത്താണ്, ബ്രിട്ടീഷ് ആണധികാരത്തിന് അകത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ഇന്ത്യൻ വുമൺ ഇരിക്കുന്ന സ്ഥലത്ത് ഇവർക്കാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. അപ്പോൾ അവിടെയുള്ള പാട്രിയാർക്കിയുടെ ഉള്ളിലിരിക്കുന്ന ഒരാൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഡൊമസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ അവിടെയുള്ള സെർവൻസിൻ്റെ മുകളിൽ ഇന്ത്യൻ വിമൻ്റെ മുകളിൽ അധികാരം കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ദ ഇന്ത്യൻ വിമൻ സെർവൻസ് ഫേസ് ഡബിൾ സബോർഡിനേഷൻ ബോത്ത് ആസ് കൊളോണിയൽ സബ്ജക്ട്സ് ആൻഡ് ആസ് വിമൻ. അപ്പോൾ ഒരു പാട്രിയാർക്കിക്ക് അകത്തുള്ള ഇന്ത്യൻ വിമൻ ആ പാട്രിയാർക്കിയുടെ അകത്തും അടിച്ചമർത്തപ്പെട്ടവരാണ്, അതേസമയം ഈ ഒരു ബ്രിട്ടീഷ് ലേഡിയുടെ മുന്നിലും അവർ സബ്ജുഗേറ്റഡ് ആണ്, ഒപ്രസ്ഡ് ആണ്. ഓക്കെ, ദെയർ പ്രസൻസ് ഇൻ ഇൻറ്റിമേറ്റ് സ്പേസസ് ലൈക്ക് ഡ്രസ്സിംഗ് റൂം റിഫ്ലെക്ട്സ് ഹൗ ജെൻഡർ ആൻഡ് കൊളോണിയൽ പവർ ഇൻ്റർട്വൈൻഡ്. അപ്പോൾ അവിടെയും ഇവരുടെ ഒരു അധികാര പ്രകടനം നടക്കുന്ന സ്ഥലത്ത് ബേസ്ഡ് ഓൺ ജെൻഡർ ഈ സ്ത്രീകൾ എത്തിപ്പെടുകയും അവരവിടെ സെർവ് ചെയ്യുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ആൻഡ് ദെൻ വാട്ടർ അപ്പിയേഴ്സ് ഇൻ വാഷിംഗ് വെസൽസ് ആൻഡ് ക്യാരീസ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് മീനിങ്. മറ്റ് പെയിൻറ്റിങ്സിലും ഇയാളുടെ വാട്ടർ വളരെ സിംബോളിക്കാണ്. കാരണം വാട്ടർ സിംബലൈസസ് ലൈഫ് ആൻഡ് പ്യൂരിഫിക്കേഷൻ. അത് ഇന്ത്യൻ കൾച്ചറിലാണെങ്കിലും ബ്രിട്ടീഷ് കൾച്ചറിലാണെങ്കിലും വാട്ടർ ഇസ് സിമ്പിൾ ഓഫ് ലൈഫ് ആൻഡ് പ്യൂരിഫിക്കേഷൻ. ആൻഡ് ഇറ്റ്സ് യൂസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. ബ്രിട്ടീഷ് വുമണിൻ്റെ ഒരു ഡ്രസ്സിങ് റൂമിൽ അവരെ ക്ലീൻ ചെയ്യാനും മറ്റും ഹെൽപ്പ് ചെയ്യുന്നൊരു കോണ്ടെക്സ്റ്റിൽ ഇത് വരുന്നത് ഒരു ഇന്ത്യൻ കൾച്ചറൽ നോളജിനെ കൊളോണിയൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. ഇന്ത്യയിലെ ലോക്കൽ റിസോഴ്സസും ലോക്കലായിട്ടുള്ള ആളുകളും അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി
മാത്രം, അവരുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദ പ്രസൻസ് ഓഫ് വാട്ടർ ഓൾസോ ഹിൻസ് അറ്റ് ദ സിവിലൈസിങ് മിഷൻ. നമ്മളിലുള്ള എല്ലാ കുറവുകളും നികത്താൻ വേണ്ടി, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് ബ്രിട്ടീഷുകാർ. അതാണ് സിവിലൈസിങ് മിഷൻ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ വരുന്നത്. ആൻഡ് ദ ഷോൾ ഫ്ലോയിങ് ഡൗൺ ദ ചെയർ ഇസ് ഓൾസോ ആൻ ഇന്ത്യൻ എത്നിക് വെയർ. അവിടെ കാണുന്ന ഒരു കാശ്മീരി ഷോള്, അത് ഇന്ത്യയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എത്നിക് സിമ്പിളാണ്. അപ്പോൾ അതിലാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവരുടെ ഒരു ഡ്രസ്സിങ് അപ്പിന് വേണ്ടി മാത്രമാണ് അവിടെ അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ദെൻ ദ പാരറ്റ് ആൻഡ് ദ സ്ക്രീൻ. ഇന്ത്യൻ കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ വരുന്ന മറ്റു ഐറ്റംസാണ് പാരറ്റ് എന്ന് പറയുന്നത്. പാരറ്റിനെ ഒരു മിമിക്രിയുടെ ഒരു സിമ്പിളായിട്ട് കൂടി കാണാം. ലെറ്റ്സ് സീ. ദ പാരറ്റ് ഇൻ ദ സീൻ ഓപ്പറേറ്റ്സ് എസ് എ കോംപ്ലെക്സ് സിമ്പിൾ. വൈൽ സീമിംഗ്ലി ഡെക്കറേറ്റീവ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് എക്സോട്ടിക് ഈസ്റ്റ് ആസ് വ്യൂഡ് ത്രൂ കൊളോണിയൽ ഐസ്. ഇവിടെയുള്ള ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെ എക്സോട്ടിസൈസ് ചെയ്തിട്ട് കാണിക്കുക. എക്സോട്ടിക് എന്ന് പറയുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായ എന്തൊക്കെയോ ക്യൂരിയസ് എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു സാധനത്തിന് നമ്മൾ എക്സോട്ടിക് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പാരറ്റ്, സംസാരിക്കുന്ന പാരറ്റ് എന്നൊക്കെ പറയുന്നത് അവരുടെ കണ്ണിൽ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ സിമ്പിളാണ്. സോ ലൈക്ക് ദ പാരറ്റ്, വൈൽഡ് ക്രീച്ചർ ടൈംഡ് ഫോർ യൂറോപ്യൻ എൻ്റർടൈൻമെൻറ്റ്. അവിടെ ഒരു പാരറ്റിനെ നമ്മൾ മെരുക്കിയെടുത്ത ഒരു പാരറ്റിനെയാണ് കാണുന്നത്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹൗ ഇന്ത്യൻസ് വെർ ടൈംഡ് ബൈ ബ്രിട്ടീഷ് പീപ്പിൾ. ഇന്ത്യക്കാരെ ഇവിടെ വന്നിട്ട് അവർ ടൈം ചെയ്ത് മെരുക്കിയെടുത്തതിൻ്റെ മറ്റൊരു സിമ്പിളാണ്. സോ ദ പെയിൻറ്റിംഗ് സജസ്റ്റ് ഇന്ത്യൻ സെർവൻസ് ഹാവ് ബീൻ ഡൊമസ്റ്റിക്കേറ്റഡ് ഫോർ ബ്രിട്ടീഷ് പർപ്പസസ്. സ്വന്തമായിട്ട് ഡിഗ്നിറ്റിയും ഐഡൻറ്റിറ്റിയുള്ള ഇന്ത്യക്കാർ ഒരു ബ്രിട്ടീഷ് വുമണിനെ, ഇന്ത്യയിൽ വന്നിട്ടുള്ളൊരു ബ്രിട്ടീഷ് വുമണിനെ സെർവ് ചെയ്യുക, അവരെ ഒരുക്കിയെടുക്കുക, അവരെ ക്ലീൻ ചെയ്യാനും മറ്റും ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അത് അത്രയും അവരെ ഡിഗ്നിറ്റി ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവിടെ ഒരു വൈൽഡായിട്ടുള്ള ഇന്ത്യൻസിനെ തന്നെ ടൈം ചെയ്തെടുത്ത ബ്രിട്ടീഷുകാരിയെ നമുക്ക് കാണാം. ദ പാരറ്റ് ഓൾസോ സിംബലൈസസ് മിമിക്രി. പാരറ്റ് നമ്മളെ മിമിക് ചെയ്യുമല്ലോ, ഇമിറ്റേറ്റ് ചെയ്യുമല്ലോ. സോ ഇറ്റ് ഷോസ് ഹൗ കൊളോണിയൽ സബ്ജക്ട്സ് വെർ എക്സ്പെക്റ്റഡ് ടു ഇമിറ്റേറ്റ് ബ്രിട്ടീഷ് മാനേഴ്സ് വൈൽ മെയിൻറ്റെയിനിങ് ദിയർ എക്സോട്ടിക് അപ്പീൽ. അപ്പോൾ ഇന്ത്യൻ സാധനത്തിന് അതേ എക്സോട്ടിക് ഇതിൽ നിലനിർത്തുന്നുണ്ടെങ്കിലും ഇന്ത്യക്കാർ അവരെ അനുകരിക്കണം എന്നുള്ളൊരു മിമിക് ആസ്പെക്റ്റ് തിയറിയിലൊക്കെ ഒരുപാട് വരുന്നതാണ്. സോ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ കാണുന്നത്. ദെൻ ദ ഡെക്കറേറ്റീവ് സ്ക്രീൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് സർവീസസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെറ്റഫോറിക്കൽ ബാരിയർ ബിറ്റ്വീൻ ദ കൊളനൈസർ ആൻഡ് ദി കൊളനൈസ്ഡ്. അപ്പോൾ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്ക്രീൻ അതിൻ്റെ അകത്ത് വരുന്നത്, ഒന്ന് അതൊരു ഇന്ത്യൻ ഡൊമസ്റ്റിക് ലൈഫിൻ്റെ സിമ്പിളാണ്. അതേസമയം അത് കോളനൈസറേയും കോളനൈസ്ഡും തമ്മിലുള്ള ഒരു അതിർവരമ്പുണ്ട്. ഇന്ത്യക്കാർ ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിലും ദർ ഇസ് എ സ്ക്രീൻ ബിറ്റ്വീൻ ദം. ഒരാൾ അധികാരത്തിൽ മുന്നിലാണ്, നമ്മൾ ഓപ്പറസ് ചെയ്യാൻ വന്നിട്ടുള്ള ആളാണ് എന്നൊരു ബാരിയർ ഇവർ തമ്മിലുണ്ട്. ദെൻ വൈൽ ഇന്ത്യൻ സെർവൻസ് ക്രോസ് ദിസ് ബാരിയർ ഇറ്റ് മെയിൻറ്റെയിൻ സോഷ്യൽ സെപ്പറേഷൻ. അപ്പോൾ ആ ഒരു അതിര് കടന്നിട്ട് ഇവരുടെ പേഴ്സണൽ സ്പേസിൽ ഇന്ത്യൻ സെർവൻസ് പോകുന്നുണ്ടെങ്കിലും അപ്പോഴും ആ അധികാരത്തിൻ്റെ സ്ട്രക്ചർ അവിടെ അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ദ സ്ക്രീൻ ലൈക്ലി ഫീച്ചേഴ്സ് ഇന്ത്യൻ ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് ഓൾസോ റെപ്രസെൻറ്റ്സ് ഹൗ ബ്രിട്ടീഷ് കൊളോണിയൽസ് സെലക്റ്റീവ്ലി അപ്രോപ്രിയേറ്റഡ് എലമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ കൾച്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യയുടെ സ്പെഷ്യലായിട്ടുള്ള കൾച്ചറൽ സിമ്പിൾസിനെ അവർ അപ്രോപ്രിയേറ്റ് ചെയ്ത് അവരുടേതായ ആവശ്യങ്ങൾക്ക് മാറ്റിമറിക്കലിനെയാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു കൾച്ചറൽ അപ്രോപ്രിയേഷന് നമുക്കിവിടെ കാണാൻ പറ്റും. അതേസമയം ഈ റേഷ്യലും സോഷ്യലുമായിട്ടുള്ള എല്ലാ വ്യത്യാസങ്ങളും വളരെ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ കൾച്ചറൽ കോൺസെപ്റ്റ്സിന് ഇവർ അവരുടേതായ ആവശ്യത്തിന് മാറ്റിമറിച്ച് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ദെൻ ദ റേഷ്യൽ ഹെറാർക്കി ഇൻ ദ പെയിൻറ്റിങ്. കൃത്യമായിട്ടും നമുക്ക് ഈ ഒരു അധികാരത്തിൻ്റെ ശ്രേണി, റേസസ് തമ്മിലുള്ള വൈറ്റ് വുമണും ഒരു ഇന്ത്യൻ ബ്ലാക്ക് വുമണും തമ്മിലുള്ള ആ ഒരു റേഷ്യലായിട്ടുള്ള ഹൈറാർക്കി, ആ ഒരു അധികാരത്തിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. കൾച്ചറൽ അപ്രോപ്രിയേഷൻ അപ്പിയേഴ്സ് ത്രൂ ഔട്ട് ദ പെയിൻറ്റിംഗ്. ദ ബ്രിട്ടീഷ് വുമൻസ് സറൗണ്ടിങ്സ് ഇൻക്ലൂഡ് ഇന്ത്യൻ ഡെക്കറേറ്റീവ് എലമെൻറ്റ്സ് ആൻഡ് കസ്റ്റംസ് ആൻഡ് യെറ്റ് പവർ ഡൈനാമിക്സ് റിമെയിൻ ക്ലിയർലി കൊളോണിയൽ. അപ്പോൾ ഇന്ത്യൻ സാധനങ്ങളും അതുപോലെ എറ്റിക്വറ്റ്സും ഒക്കെ അതിനകത്ത് ഉണ്ടെങ്കിലും പക്ഷേ അവിടെയുള്ള പവർ പ്ലേ എന്ന് പറയുന്നത് കൃത്യമായിട്ടും കൊളോണിയൽ ബ്രിട്ടീഷ് രീതി തന്നെയാണ്. നമ്മൾ സബ്ജുഗേറ്റഡും അവർ റൂളിങ്ങും ആണ്. സോ ദിസ് സെലക്റ്റീവ് അഡോപ്ഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചറൽ എലമെൻറ്റ്സ് ഫോർ ബ്രിട്ടീഷ് കംഫേർട്ട്. അപ്പോൾ ഇന്ത്യയുടെ
വാല്യൂസിനെയും നമ്മുടെ ഒബ്ജക്ട്സിനെയും കൾച്ചറൽ ഒബ്ജക്ട്സിനെയും ഒക്കെ ബ്രിട്ടീഷ് കംഫർട്ടിന് വേണ്ടിയിട്ട് മാറ്റിമറിച്ചിട്ടുണ്ട്. വൈൽ മെയിൻറ്റെയിനിങ് സ്ട്രിക്റ്റ് സോഷ്യൽ ഹെറാർക്കീസ്, വളരെ കൃത്യമായ സോഷ്യൽ ഹെറാർക്കി ഘടന കീപ്പ് ചെയ്തുകൊണ്ട്. ആൻഡ് ഇറ്റ് എക്സംപ്ലിഫൈസ്, അല്ലെങ്കിൽ അത് എന്തിനെ കാണിക്കുന്നു? കൊളോണിയൽ കൾച്ചറൽ അപ്രോപ്രിയേഷനെ കാണിക്കുന്നു. സോ ദിസ് പെയിൻറ്റിങ്സ് ഓവറോൾ സ്ട്രക്ചർ റീഇൻഫോഴ്സസ് റേഷ്യൽ ഹെറാർക്കി. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ മൊത്തം സ്ട്രക്ചർ തന്നെ റേസസ് ആയിട്ടുള്ള വർഗപരമായിട്ടുള്ള ഈ ഒരു അധികാരത്തിനെ കൃത്യമായിട്ട് നിലനിർത്തുന്നുണ്ട് ഈ വിഷ്വൽ ടെക്നിക്സിലൂടെ. ആൻഡ് ദ ലൈറ്റിംഗ് ഓഫൺ ഹൈലൈറ്റ്സ് ദ ബ്രിട്ടീഷ് വുമൺ. ഇതിലുള്ള ഒരു ലൈറ്റിങ്ങിൽ ബ്രിട്ടീഷ് വുമൺ ആണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള ഇന്ത്യൻ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ ബ്ലറായി അല്ലെങ്കിൽ ഡാർക്കൻഡ് ആയിട്ടുള്ള ഇമേജിലാണ് കാണുന്നത്. സോ അതും ആ ഒരു പവറിൻ്റെ റിഫ്ലക്ഷനാണ്. ദ സെർവൻസ് പോസ്റ്റസ് സജസ്റ്റ് കോൺസ്റ്റൻറ്റ് റെഡിനെസ് ടു സെർവ്. അവിടെയുള്ള ഈ സെർവൻസിൻ്റെ പോസ്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരിങ്ങനെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. സോ അതും എന്താണ്? അതോറിറ്റിയാണ് കാണിക്കുന്നത്. അതേസമയം ബ്രിട്ടീഷ് വുമൺ മെയിൻറ്റെയിൻസ് എ പോസ് ഓഫ് അതോറിറ്റി ആൻഡ് റിലാക്സേഷൻ. ആ ബ്രിട്ടീഷ് വുമൺ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അതേസമയം ബാക്കിയുള്ളവർ സ്വന്തം ജോലി ചെയ്യുകയും അതേസമയം ഒരു സബ്സേർവിയൻ്റ് ആയിട്ടുള്ള താന്ന് കൂന്ന് നിൽക്കുന്ന ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ പറ്റും. സോ ഈവൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്പേസ് ഇൻ ദ പെയിൻറ്റിംഗ് പ്രിവിലേജസ് കൊളോണിയൽ പ്രസൻസ്. നേരത്തെ പറഞ്ഞ പോലെ കൊളോണിയൽ ഫിഗറാണ് സെൻട്രലിൽ വരുന്നത്, ബാക്കിയുള്ളവരെല്ലാം സൈഡിലേക്ക് മാറ്റിയിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. നൗ ഒരു ക്വസ്റ്റ്യൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൊളോണിയൽ ഡൊമസ്റ്റിക് സ്പേസിനകത്തുള്ള ഒരു പവറിൻ്റെ പെർഫോമൻസ്, അധികാരത്തിൻ്റെ ഒരു കാണിക്കൽ അല്ലെങ്കിൽ പ്രകടനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ. സോ ദ പെയിൻറ്റിങ്സ് ഡൊമസ്റ്റിക് സെറ്റിംഗ് സെർവ്സ് എസ് എ മൈക്രോകോസം ഓഫ് ലാർജർ കൊളോണിയൽ പവർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ വീടിനകത്തുള്ള ഒരു പവർ സ്ട്രക്ചർ കാണിക്കുന്നത് നാട്ടിലും അതുപോലെ ഒരു കോളനൈസർ ഇന്ത്യയിൽ വന്നിട്ട് കോളനൈസേഴ്സ് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന അതേ അധികാരഘടനയുടെ ഒരു റിഫ്ലക്ഷനാണ് ഈ വീടിനകത്തുള്ള ഈ ഒരു സിമ്പിൾ സീനിലും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദ ബ്രിട്ടീഷ് വുമൺസ് ഡ്രസ്സിംഗ് റൂം ബിക്കംസ് എ സ്റ്റേജ് വെർ കൊളോണിയൽ അതോറിറ്റി, റേഷ്യൽ ഹെറാർക്കി ആൻഡ് കൾച്ചറൽ ഡൈനാമിക്സ് പ്ലേ ഔട്ട് ഇൻ ഇൻറ്റിമേറ്റ് ഡീറ്റെയിൽ. അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് വുമൻ്റെ ഡ്രസ്സിംഗ് റൂമാണ് ഇതെങ്കിലും അതൊരു സ്റ്റേജ് പോലെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് കൊളോണിയലായിട്ടുള്ള അധികാരങ്ങൾ അതുപോലെ വർഗപരമായിട്ടുള്ള ഒരു ഹെറാർക്കി, ഒരു അപ്സ് ആൻഡ് ഡൗൺസ്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൾച്ചറൽ ഡൈനാമിക്സ്, എങ്ങനെയാണ് നമ്മുടെ സംസ്കാരത്തിനെ സബ്ജുഗേറ്റ് ചെയ്തത്, സപ്രസ് ചെയ്തത് എന്നുള്ളതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് കാണിച്ചിരുന്നു. സോ ദ പ്രൈവറ്റ് സ്പേസ് റിവീൽസ് ഹൗ കൊളോണിയലിസം വാസ് ജസ്റ്റ് അബൌട്ട് പൊളിറ്റിക്കൽ കൺട്രോൾ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും കൊളോണിയലിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ മാത്രമായിരുന്നില്ല, അത് നമ്മുടെ ഇന്ത്യക്കാരുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഡൊമസ്റ്റിക് ലൈഫിലേക്കും കൂടി കയറി വന്നിരുന്നു. അതായത് അവരുടെ ഒരു അധികാരത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരികയും അതിനെ മിമിക് ചെയ്ത് എല്ലാവരും എന്താ പറയുക സെർവൻസ് ആയിട്ട് നിന്ന് കൊടുക്കേണ്ടിയിരുന്നു. ആ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. ദ പെയിൻറ്റിംഗ് ക്യാപ്ചേഴ്സ് ഹൗ കൊളോണിയൽ അതോറിറ്റി റിക്വയർഡ് കോൺസ്റ്റൻറ്റ് പെർഫോമൻസ് ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഒരാൾക്ക് ഒരുങ്ങാൻ ഇത്രയധികം സമയവും ഒരുക്കാൻ ഇത്രയധികം ആളുകളൊക്കെ വേണോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും അവരുടെ ഒരു കോൺസ്റ്റൻറ്റ് പെർഫോമൻസ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റും. സ്വന്തം അധികാരത്തിൻ്റെ ഒരു പ്രകടനമാണ് ഇത്. കാരണം ഇന്ത്യക്കാരായ സ്ത്രീകൾ കാലിൻ്റെ അടുത്തിരുന്നിട്ട് ഇവരെ ക്ലീനപ്പ് ചെയ്യാനും മറ്റും ഹെൽപ്പ് ചെയ്യുന്നൊരു പിക്ചറാണ്. സോ നോട്ടീസ് ഹൗ ദ സെർവൻസ് മസ്റ്റ് മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് അറ്റൻഷൻ ടു ദ ബ്രിട്ടീഷ് വുമൺസ് നീഡ്സ്. എപ്പോഴും ഈ ഒരു ബ്രിട്ടീഷ് വുമണിൻ്റെ നീഡിനെ അറ്റൻഡ് ചെയ്യാൻ ഇവരിങ്ങനെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതൊരു കോൺസ്റ്റൻറ്റ് പ്രസൻസ് ആണ്. അതൊരു തരം റിവേഴ്സ്ഡ് സർവെയിലൻസ് ആണ്. പുറത്ത് പൊളിറ്റിക്കലി ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സർവെയിൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി. അപ്പോൾ അകത്ത് ഈ ഇന്ത്യൻ സ്ത്രീകൾ ഇവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഇവർക്ക് ക്ലോസ് അറ്റൻഷൻ കൊടുക്കണം. ഇത് റിവേഴ്സ്ഡ് കൈൻഡ് ഓഫ് സർവെയിലൻസ് ആണ് എന്ന് പറയാൻ പറ്റും. Okay, so the elaborate morning routine, the performance aspect of colonial power, explains why seemingly private moments like the morning toilet become so significant in maintaining colonial authority. അപ്പോൾ അധികാരം എന്നുള്ളത് പ്രകടിപ്പിക്കുമ്പോഴാണ് അത് നിലനിൽക്കുന്നത് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്കാണ്. സോ ദിസ് ബ്രിട്ടീഷ് വുമൺ ഹാസ് ടു ഷോ ഹെർ പവർ ഇൻ ഫ്രണ്ട് ഓഫ് ദി
സെർവൻസ്. അപ്പോൾ അധികാരം ആ ഒരു സ്പേസിനകത്താണെങ്കിലും വീടിനകത്തുള്ള ഒരു ഡ്രസ്സിങ് റൂമിലാണെങ്കിലും അവരുടെ പവർ സ്ട്രക്ചറിൻ്റെ കൃത്യമായ പ്രകടനം ഡേ ടു ഡേ ആയിട്ട് ഇവർ അണ്ടർഗോ ചെയ്യുന്നുണ്ട്, ഇവരത് അനുഭവിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് വാട്ട് മേക്സ് ദിസ് പെയിൻറ്റിംഗ് പെർട്ടിക്കുലർലി വാല്യുബിൾ ഫോർ ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഇസ് ഹൗ ഇറ്റ് ക്യാപ്ചേഴ്സ് ദീസ് കോംപ്ലെക്സ് കൊളോണിയൽ റിലേഷൻഷിപ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പെയിൻറ്റിങ് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ അനാലിസിസ്, ഒരു ചരിത്രപരമായ അനാലിസിസിന് പോസിബിൾ ആവുന്നത് എന്നുള്ളത്, ഇറ്റ് ക്യാപ്ചേഴ്സ് ദീസ് കോംപ്ലെക്സ് കൊളോണിയൽ റിലേഷൻഷിപ്പ്. ഈ ഒരു കോളനി സമയത്തുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദ പേഴ്സണൽ ഇൻട്രാക്ഷൻസ് ആൻഡ് ദ ബ്രോഡർ സോഷ്യൽ സ്ട്രക്ചർ, സമൂഹത്തിലുള്ള ഒരു അധികാര ഘടന, സൊസൈറ്റിയുടെ സ്ട്രക്ചർ എല്ലാം കൃത്യമായിട്ട് ഈ ഒരു സിംഗിൾ ഡൊമസ്റ്റിക് സീനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്.